സാധാരണ നെയ്യപ്പത്തേക്കാൾ പല മടങ്ങ് രുചിയും മണവുമുള്ള മരുന്ന് നെയ്യപ്പം. ചില ഔഷധങ്ങൾ ഉണ്ടാക്കി കിട്ടുമ്പോൾ ഈ അസുഖം വീണ്ടും വന്നെങ്കിൽ എന്ന് കുട്ടിപ്രായത്തിൽ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അത്തരത്തിലൊരു മരുന്നായിരുന്നു മുക്കുറ്റി നെയ്യപ്പം. മുക്കുറ്റിയും കരിപ്പെട്ടിയും ഉണക്കലരിയും ചേർത്തരച്ച് പശു നെയ്യിലുണ്ടാക്കുന്ന മുക്കുറ്റി നെയ്യപ്പം. ഞവരയരി അരഞ്ഞു നീങ്ങി വെളുപ്പായി. അതിലേക്ക് ചക്കര കുടഞ്ഞിട്ടു. അമ്മിക്കല്ലൊന്ന് തൊട്ടപ്പോൾ കാട്ടിലെ കല്ലൊരു മോഹിനിയായ പോലെ ചക്കര പെട്ടെന്ന് അലിഞ്ഞില്ലാതായി. ചൂടായ നെയ്യിലേക്ക് ഒരു സ്പൂൺ മുക്കുറ്റിമാവ് ഒഴിച്ചു. ആകാരവടിവൊത്ത നെയ്യപ്പമായി അത് പൊന്തി വന്നു. അങ്ങനെ ഓരോരോ സ്പൂൺ മാവും ഓരോരോ മുക്കുറ്റി നെയ്യപ്പമായി പൊന്തി പൊന്തി വന്നു. പരു, കുരു, ചിലന്തിപ്പരു, ചൊറി, ചിരങ്ങ്, മൂക്കൊലിപ്പ്, പനി, ജലദോഷം, പൊങ്ങമ്പനി എന്നിങ്ങനെയുള്ള പലതരം രോഗപീഠകൾ ശൈശവ ബാല്യകാലങ്ങളിൽ പണ്ട് പതിവായിരുന്നു. ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി പരിഹരിക്കാനുള്ള കാലമാണത്. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ശരീരം സൂചനകൾ തരും. അതിനാണ് രോഗപ്രതിരോധ സംവിധാനം തകരാറിലാണെന്ന സൂചന തരുന്ന പരുവും കുരുവും ഒക്കെ ആവർത്തിച്ചുണ്ടാകുമ്പോൾ പണ്ട് മുക്കുറ്റി നെയ്യപ്പം പോലുള്ള മരുന്നുകൾ ഉണ്ടാക്കി കഴിപ്പിച്ചിരുന്നത്.